നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ. ശ്രീരാമനിലെ ഗുരുഭാവത്തിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് സ്വർണ്ണമാൻ പ്രത്യക്ഷപ്പെടുന്ന രംഗം. നിന്റെ ജ്യേഷ്ഠത്തിയെ നോക്കിക്കൊള്ളണേ ലക്ഷ്മണ, ഞാൻ ഇതാ വരുന്നു എന്ന് പലവരും എടുത്തു പറഞ്ഞ് ലക്ഷ്മണനെ സീതാദേവിക്ക് കാവൽ നിർത്തിയിട്ടാണ് രാമൻ മാനിനെ അന്വേഷിച്ചു പോയത്. ലക്ഷ്മണനോട് പല പ്രാവശ്യം പറയേണ്ടതെന്തിന് എന്ന് തോന്നിപ്പോകും. ജ്യേഷ്ഠന്റെ കൽപ്പന ശിരസാവഹിക്കാൻ ബദ്ധശ്രദ്ധനായി നിൽക്കുന്ന അനുജന് പറയാതെ തന്നെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ ജ്യേഷ്ഠനല്ല കൽപ്പിക്കുന്നത്, ശ്രീരാമനിലെ ഗുരുവാണ്. രാമന്റെ വാക്കുകളിൽ പൂർണ്ണ ശ്രദ്ധയുള്ള ലക്ഷ്മണന് അത് തിരിച്ചറിയാനാകും. ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞ കാര്യം ജ്യേഷ്ഠൻ നൽകിയ ഓർമ്മപ്പെടുത്തലല്ല, ഗുരു നൽകിയ സൂചനയാണെന്ന് വിവേകിയായ ലക്ഷ്മണൻ തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേക ശ്രദ്ധയും അസാമാന്യ ദൃഢനിശ്ചയവും ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ഗുരുവാക്യങ്ങളിലുള്ള നിഷ്ഠ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പിന്നീട് അങ്ങോട്ട് ലക്ഷ്മണന്റെ ചെയ്തികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. യഥാ ബുദ്ധി ശുക്തൗ രജതമിതി കാചാശ്മനി മണിഃ ജലേ പൈഷ്ടേ ക്ഷീരം ഭവതി മൃഗതൃഷ്ണാസു സലിലം തഥാ ദേവഭ്രാന്ത്യാ ഭജതി ഭവദന്യം ജഡജനോ മഹാദേവേശം ത്വാം മനസി ച നമത്വാ പശുപതേ. യഥാ ബുദ്ധി ശുക്തൗ രജതമിതി കാചാശ്മനി മണിഃ ജലേ പൈഷ്ടേ ക്ഷീരം ഭവതി മൃഗതൃഷ്ണാസു സലിലം തഥാ ദേവഭ്രാന്ത്യാ ഭജതി ഭവദന്യം ജഡജനോ മഹാദേവേശം ത്വാം മനസി ച നമത്വാ പശുപതേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ചിപ്പിയുടെ പുറംതോടിൽ വെള്ളിയാണെന്ന് വിചാരിക്കുന്നത് പോലെ കുപ്പിച്ചില്ലിൻ്റെ ഒരു കഷ്ണം കാണുമ്പോൾ
മുത്താണോ എന്ന് തോന്നുന്നത് പോലെ അരി തുടങ്ങിയ ധാന്യങ്ങൾ അരച്ച മാവ് കാണുമ്പോൾ പാലാണോ എന്ന് തോന്നുന്നത് പോലെ ഭഗവാനെ, അങ്ങയിൽ നിന്ന് ഭിന്നങ്ങളായ ദേവതാവിശേഷങ്ങളെയാണ് മനുഷ്യർ കാണുന്നതും ഉപാസിക്കുന്നതും. ഭഗവാനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനെക്കുറിച്ച് ശിവാനന്ദ ലഹരിയിലെ 8-ാം ശ്ലോകത്തിൽ പറയുന്ന ഭാഗമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശിവാനന്ദ ലഹരിയിൽ 7 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. 8-ാമത്തെ ശ്ലോകം യഥാ ബുദ്ധിശുക്തൗ രജതമിതി കാചാശ്മനി മണിർജലേ പൈഷ്ഠേ ക്ഷീരം ഭവതി മൃഗതൃഷ്ണാസു സലിലം തഥാ ദേവഭ്രാന്ത്യാ ഭജതി ഭവദന്യം ജഡജനോ മഹാദേവേശം ത്വാം മനസി ച ന മത്വാ പശുപതേ യഥാ ബുദ്ധിശുക്തൗ രജതമിതി കാചാശ്മനി മണി ജലേ പൈഷ്ഠേ ക്ഷീരം ഭവതി മൃഗതൃഷ്ണാസു സലിലം തഥാ ദേവഭ്രാന്ത്യാ ഭജതി ഭവദന്യം ജഡജനോ മഹാദേവേശം ത്വാം മനസി ച ന മത്വാ പശുപതേ. ഹേ പശുപതേ, അല്ലയോ പശുപതേ, ഹേ മഹാദേവ, അല്ലയോ മഹാദേവ. യഥാ ശുക്തൗ രജതം ഇതി ബുദ്ധിഃ യഥാ കാചാശ്മനി മണിഃ ഇതി ബുദ്ധിഃ യഥാ പൈഷ്ഠേ ജലേ ക്ഷീരം ഇതി ബുദ്ധിഃ ഭവതി മൃഗതൃഷ്ണാസു സലിലം ഭവതി. കുറേ ദൃഷ്ടാന്തങ്ങളെ പറയുകയാണ്. യഥാ എപ്രകാരമാണോ ശുക്തൗ രജതമിതി ബുദ്ധിഃ ഭവതി, ശുക്തിയിൽ, ചിപ്പിയിൽ ഇത് വെള്ളിയാണ് എന്ന തോന്നലുണ്ടാകുന്നു, എന്ന ബുദ്ധി ഉണ്ടാകുന്നു. ചിപ്പി ഒരിക്കലും വെള്ളിയല്ല, അത് വെള്ളിയായിട്ടില്ല, വെള്ളിയാവുകയുമില്ല. പക്ഷേ വെള്ളിയുടെ വർണ്ണം കാണുമ്പോൾ ഇത് വെള്ളിയാണ് എന്ന് കാണുന്നവർക്ക് തോന്നുന്നു. മുത്തുച്ചിപ്പി നമ്മൾ സാധാരണഗതിയിൽ കാണുന്നില്ല. പ്രസിദ്ധമായ ദൃഷ്ടാന്തമാണിത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത്ര പ്രസിദ്ധമായിരിക്കണം. സാമാന്യമായി ലോകത്തിൽ ഇത് മനസ്സിലാക്കിക്കാൻ എളുപ്പമുള്ള ഒരു മാർഗം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കാണുന്നൊരു ജലജന്തുവിൻ്റെ പുറന്തോടുണ്ട്. അതിന് വടക്കൻ കേരളത്തിൽ കല്ലുമ്മക്കായ, ചിലയിടത്ത് കടുക്ക, ഇങ്ങനെയൊക്കെ പല പേര് പറയുന്നുണ്ട്. ഇതിൻ്റെ പുറന്തോട് ഭേദിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ മണ്ണിൽ കിടന്ന് വെയിലും മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ തനി വെള്ളിയാണെന്ന് തോന്നും. വെള്ളിയെപ്പോലെ അത് തിളങ്ങും. അത് പുറന്തൊലി മാത്രമാണ്, ഒരിക്കലും അത് വെള്ളിയായിട്ടില്ല. പക്ഷെ വെള്ളിയുടെ വർണ്ണം കാണുമ്പോൾ പ്രത്യേകിച്ച് വെയിലത്ത് അത് വെള്ളിയാണെന്ന് തോന്നുകയാണ്. ഇതുതന്നെയാണ് ദൃഷ്ടാന്തം. യഥാ ശുക്തൗ രജതമിതി ബുദ്ധിഃ, ചിപ്പിയിൽ വെള്ളിയാണെന്നുള്ള ബുദ്ധി ഉണ്ടാവുന്നു. കാചാശ്മനി മണിഃ ഇതി ബുദ്ധിഃ, കാചാശ്മനി കുപ്പിച്ചില്ല്, വെറും കുപ്പിച്ചില്ലാണ്, അതിൻ്റെ ഒരു കട്ട. അപ്പോൾ ഒരു കുപ്പിയുടെ ചില്ലിൻ്റെ കട്ടയിൽ ഇത് മുത്താണോ എന്ന് തോന്നുന്നു. വളരെ വിലയേറിയ മുത്ത്, നല്ല മുത്ത് കണ്ടാൽ കുപ്പി ചില്ല് പോലെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ചില്ലിൻ്റെ ഒരു കട്ട കണ്ടാൽ ഇത് മുത്താണോ എന്ന് നമ്മൾ ധരിക്കും. പൈഷ്ഠേ ജലേ ക്ഷീരം ഇതി ബുദ്ധിഃ ഭവതി, പൈഷ്ഠജലത്തിൽ, പൈഷ്ഠം എന്ന് പറഞ്ഞാൽ അരി തുടങ്ങിയ ധാന്യങ്ങൾ പേഷണം ചെയ്താൽ, അരച്ചാൽ, അതിൽ വെള്ളം കലക്കിയാൽ ഉണ്ടാവുന്നത് മാവ്, അരിമാവ്, അതിൽ വെള്ളം ധാരാളം ചേർത്തപ്പോൾ അത് കണ്ടപ്പോൾ എന്ത് തോന്നി? ഇത് ക്ഷീരം, ഇത് പാലാണ് എന്ന് തോന്നുകയാണ്. ഒരിക്കലും ഇത് പാലല്ല.
അതൊരു ധാന്യം പൊടിച്ചതിൻ്റെ അല്ലെങ്കിൽ അരച്ചതിൻ്റെ കൂടെ വെള്ളം ചേർത്തിരിക്കുക. അത് പാലാണെന്ന് തോന്നുന്നു. മൃഗതൃഷ്ണാസു സലീലം, അതുപോലെ മൃഗതൃഷ്ണികയിൽ അത് വെള്ളമാണെന്ന് തോന്നുന്നു. മൃഗതൃഷ്ണിക എന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ നല്ല വെയിലുള്ള സമയത്ത് ദൂരെ വെള്ളം ഓളം വെട്ടുന്നത് പോലെ തോന്നുന്നു. അപ്പം അത് കണ്ട് മൃഗങ്ങൾ, മാനുകൾ തൃഷ്ണാശമനത്തിന്, ദാഹശമനത്തിന് അങ്ങോട്ട് ഓടും, അവിടെ വെള്ളമുണ്ടെന്ന് വിചാരിച്ചു. അവിടെ എത്തുമ്പോൾ അത്രയും ദൂരെ പിന്നെ കാണുന്നു, അവിടെ എത്തുമ്പോൾ അത്രയും ദൂരെ കാണുന്നു. അവസാനം മരുഭൂമിയിൽ അവ പൊള്ളി വെള്ളം കിട്ടാതെ ചത്തുപോവുകയാണ്. അപ്പോൾ ഒരിക്കലും വെള്ളമില്ലാത്ത മരുഭൂമിയിൽ വെയിലുള്ള സമയത്ത് വെള്ളമുണ്ടെന്ന് തോന്നുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കാണാൻ മരുഭൂമിയിലൊന്നും പോകണ്ട. നല്ല റോഡ്, നീളത്തിലുള്ള റോഡ്, വീതിയുള്ള റോഡ് ഒരു ഉച്ചയ്ക്ക് ശേഷം ഉഷ്ണകാലത്ത് നോക്കിയാൽ മതി. വെള്ളം ശരിക്കും ഓളം വെട്ടുന്നത് കാണാൻ പറ്റും നല്ല പോലെ. അപ്പോൾ ഒരിക്കലും അവിടെ വെള്ളം ഇല്ല, എങ്കിലും വെള്ളം കാണും. അപ്പോൾ വെള്ളമല്ലാത്തതിൽ വെള്ളം കാണുകയാണ്. ഇതുപോലെ ഹേ ദേവ, അല്ലയോ ഭഗവാനെ, ദേവഭ്രാന്തിയ ഭവതന്യം ജഡജനഃ ഭജതി. പരമാത്മാവിൽ നിന്ന്, പരമേശ്വരനിൽ നിന്ന്, ഹേ പരമേശ്വര, അങ്ങയിൽ നിന്ന് ഭിന്നന്മാരായ ദേവതകളെ ജനങ്ങൾ ഭജിക്കാൻ പോകുന്നു. ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. ആ ഈശ്വരനെ ശിവനെന്ന് വിളിക്കാം, വിഷ്ണു എന്ന് വിളിക്കാം, എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. ആ നിലയ്ക്ക് ഏതൊരു ദേവതയെ ഉപാസിച്ചാലും അത് പരമേശ്വര ഉപാസന തന്നെയാണ്. എന്നാൽ ആ ഭാവനയില്ലാതെ പല പല ദേവതാവിശേഷങ്ങളെ പരിമിതിയാർന്ന ഉപാസനാ പദ്ധതികളിലൂടെ ജനങ്ങൾ ഭജിക്കുകയാണ്. എങ്ങനെ? അരിമാവ് കലക്കി വെച്ചത് കണ്ട് പാലാണെന്ന് ധരിച്ചതുപോലെ ഇത് തന്നെ മഹേശ്വരനെന്ന് ധരിച്ചിട്ട് ഉപാസിക്കുകയാണ്. എന്താ അതിന് കാരണം? പറയാണ്, നിന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ. ത്വാം ന മത്വാ, നിന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുകയാണ്. ഈ വിഷയം നമുക്കൊന്നുകൂടി വിചാരം ചെയ്യാം. അടുത്ത പ്രാവശ്യമാവട്ടെ. തുടർന്ന് സനാതനധർമ്മമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വൈരേണയം നൃപതയ ശിശുപാല പൗണ്ഡ്ര ശ്വാല്യാദയോഗ്യതിവിലാസവിലോകനാദ്യൈ ധ്യായന്ത ആകൃതധിയ ശയനാസനാദോ തസ്സാമ്യമാപൂര പുനരുക്തധിയാം പുനഃക്കിം. പറയാണ്, ശിശുപാലൻ, പൗണ്ഡ്രൻ, ശ്വാല്യാദ്യ, ശിശുപാലൻ, പൗണ്ഡ്രകൻ, ശ്വാലൻ മുതലായ നൃപതയ രാജാക്കന്മാർ, പ്രസിദ്ധരായ രാജാക്കന്മാരാണ് ഇവരെല്ലാം യം യാതൊരുവനെ, യാതൊരു ഭഗവാനെ, കൃഷ്ണഭഗവാനെ, വൈരേണ, വൈര്യം നിമിത്തം, ഗതിവിലാസവിലോകനാദേഹി, സഞ്ചാരം, കളി, നേട്ടം, ഇതാണ് ഗതിവിലാസവിലോകം ഇത്യാദികളാൽ, ശയനാസനാദോ, കിടക്ക, ഇരിക്കുക എന്നീ വ്യാപാരങ്ങൾ നടത്തുമ്പോഴും, ആകൃതധിയ, ഭഗവാങ്കൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയവരായി, വൈര്യം കൊണ്ട് പൗണ്ഡ്രകനും ശിശുപാലനും ശ്വാലനുമൊക്കെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റുമൊക്കെ തന്നെ ഭഗവാനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ അവർ കിടക്ക, ഇരിക്കുക, ശയനാസനാദികളിലെല്ലാം തന്നെ ആകൃതധിയ, ഭഗവാങ്കൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയവരായി ധ്യായന്ത, ധ്യാനിക്കുന്നവരായിട്ട്, തത്സാമ്യം, ഭഗവാന്റെ തുല്യതയെ ആപുഹു, പ്രാപിച്ചു. അനുരക്തധിയാം, അനുരാഗമുള്ളവർക്ക് പുനഃ പിന്നെ കിം പറയണമോ? അങ്ങനെയാണെങ്കിൽ ഈ അനുരാഗമുള്ളവരുടെ കാര്യം പറയണമോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈര്യമുള്ളവരായിരുന്നു ശിശുപാലനും ശ്വാലനുമൊക്കെ, പൗണ്ഡ്രകനുമൊക്കെ. ഇവർക്ക് എപ്പോഴും ഭഗവത് വിദ്വേഷിയായിരുന്നു.
നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ദുഃഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സർവദാ ഭഗവാനെ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെങ്കിലും ആ ദുഃഖത്തിൽ നിന്നൊന്ന് അയവ് ലഭിക്കുവാൻ, ഒന്ന് ശാന്തി ലഭിക്കുവാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ വൈര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? എപ്പോഴും ദ്വേഷഭക്തി കൊണ്ട് അവരെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കിടക്കുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കും, നടക്കുമ്പോഴും ചിന്തിക്കും, ഭക്ഷണാദികളിൽ ഉള്ളപ്പോഴും ചിന്തിക്കും. ഇങ്ങനെ വൈരഭക്തി കൊണ്ട് ഇവരെയൊക്കെ ഭഗവാൻ നിഗ്രഹിക്കുമ്പോഴും പൗണ്ഡ്രകാദികളെ നിഗ്രഹിക്കുമ്പോഴും അവർക്ക് മോക്ഷം ലഭിച്ചു. എന്തുകൊണ്ടാണ്? അവർ വൈരഭക്തി കൊണ്ട് ഭഗവാനെ നിരന്തരം ചിന്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് വിചാരങ്ങളുണ്ട്. ആ വിചാരങ്ങളിൽ പ്രാധാന്യം വരുന്ന ഏത് വിചാരത്തിനാണ്? നമുക്ക് ചിലപ്പം നമ്മുടെ ശത്രുവിനെക്കുറിച്ച് ഉള്ള വിചാരത്തിൽ നമുക്ക് പ്രാധാന്യം വരും. ചിലപ്പം നമുക്ക് മിത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കും വളരെയധികം പ്രാധാന്യം വരും, മിത്രത്വ ബുദ്ധിയ പ്രാധാന്യം വരും. അപ്പോൾ ഇങ്ങനെ ശത്രുവിനെയും മിത്രയായാലും ശരി വളരെയധികം ചിന്തിക്കുമ്പോൾ എന്തായി? ആ വിഷയമായിട്ട് നമ്മളൊരു താതാത്മ്യം പ്രാപിക്കുകയാണ്. അതുകൊണ്ട് എന്തായി? അത് നമ്മുടെ മനസ്സിൽ അതൊരു ആ രൂപത്തിൽ അങ്ങനെ അങ്ങ് മനസ്സ് ലയിച്ചുകൊണ്ടേയിരിക്കുക. പ്രതിദിനം അവരിൽ ലയിച്ചുകൊണ്ടേയിരിക്കും. ആ വിഷയാകാര വൃത്തിത്വം മനസ്സിൽ വന്നു. അങ്ങനെ ഏകാഗ്രത മനസ്സിന് ആ വിഷയത്തിൽ ലഭിച്ചു. വിദ്വേഷഭക്തിയുള്ളവരെന്താ? അത് ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചു. അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനെ ചെയ്തു. അനുകൂല ചിന്തയല്ല, പ്രതികൂല ചിന്തയാണെങ്കിലും ചിന്തിച്ചത് ആരെക്കുറിച്ചായിരുന്നു? ഭഗവാനെക്കുറിച്ചായിരുന്നു. നമ്മൾ ഭക്തന്മാരാണ്, ഭഗവാനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് കൂടുതൽ. പക്ഷെ എന്തു ചെയ്യാൻ? പ്രാധാന്യം മറ്റുള്ള വിഷയങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് അപ്രധാനമായി തീർന്നു ഭഗവത് ചിന്ത എന്നുള്ളത്. ഭഗവത് ചിന്തയ്ക്ക് പ്രാധാന്യമില്ലാതെ വരുമ്പോഴാണ് ലോകത്ത് അശാന്തി പെരുകുന്നത്. ഏതൊരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണോ അത് അപ്രധാനമായിത്തീരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ഒന്ന് കുളിച്ച് ഒരു നിമിഷമായിരിക്കും ഭഗവത് ചിന്തയുണ്ടാകും, ബാക്കിയെല്ലാം വേറെ കാര്യങ്ങൾക്കായി. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിലും ഉണ്ട് ഭഗവാൻ. നിങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കി വയ്ക്കാനുള്ള ഒരു എനർജി രാവിലെ തന്നെ സമ്പാദിച്ചിരിക്കണം. ഭഗവത് ഭജനത്തിലൂടെ അതിന് സാധിക്കുകയുള്ളൂ, ഭഗവത് വിചാരത്തിലൂടെ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവത് ഭജനം ചെയ്യുന്നത് ഓരോ ദിവസത്തെയും നമുക്ക് അതിജീവിക്കുവാൻ, നമ്മുടെ സങ്കടങ്ങളെയോ ദ്വേഷങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകുന്നതാണെന്ന് നമ്മൾ ഓർത്ത് വയ്ക്കണം. പലപ്പോഴും കാർമേഘം സൂര്യനെ മറയ്ക്കുന്നത് പോലെ കർമ്മങ്ങൾ വന്ന് നമ്മളെ ഓരോരുത്തരെയും തളർത്തിക്കളയും, മറച്ചു കളയും, കർമ്മവിമുഖന്മാരാക്കിയെന്ന് വരാം. പക്ഷെ അവിടെയെല്ലാം അതിജീവിക്കാനുള്ള ഈ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരല്പനേരം പ്രാർത്ഥിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാൻ കഴിയും. ഇതിനാണ് ഇവിടെ ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. വൈര്യം കൊണ്ട് എങ്ങനെ ശിശുപാലാദികൾ ഇതിനെ അതിജീവിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇവർ ഈ അതിജീവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവത് ചിന്ത നിരന്തരമായി ചെയ്തു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവത് ചിന്ത ചെയ്താൽ കാമക്രോധാദി മാലിന്യങ്ങൾ മനസ്സിനകത്ത് പെടുവോ? ഇല്ല. ഭക്തിയല്ലേ നമ്മൾ ആർജിക്കേണ്ടത്, ശാന്തിയല്ലേ നമുക്ക് വേണ്ടത്, സമാധാനമല്ലേ നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് അനുകൂലമായി നിൽക്കുന്നവരെ നാമും അനുകൂലിക്കുന്നു, നമുക്ക് പ്രതികൂലമാകുന്നവരുടെ മുമ്പിൽ നാമും പ്രതികൂലിക്കുന്നു. അപ്പോൾ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ തുല്യത പ്രാപിക്കാൻ മനസ്സിന് സാധിക്കാതെ വരുമ്പോൾ അശാന്തി ഉണ്ടാകും. ആരനുകൂലിക്കട്ടെ ആര് പ്രതികൂലിക്കട്ടെ, ശാന്തി വെടിയാത്ത മനുഷ്യൻ ആകണമെന്നുണ്ടെങ്കിൽ നിരന്തരമായ ഈശ്വര ഭജനത്തിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ മനഃശുദ്ധി വരികയുള്ളൂ. നിർമ്മലമായ മനസ്സിനകത്ത് ഈശ്വര കടാക്ഷം നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ എന്തിൻ്റെ ദുഃഖം വരാനാണ്? എന്തിനാണ് അവർ ഭയക്കേണ്ടത്? പിന്നെ എന്തിനാണ് അവർ ഭയവിഹ്വലതയോടുകൂടി ഈ എല്ലാ കർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഓടേണ്ടത്? ഒന്നിനെയും ത്യജിക്കേണ്ടതില്ല. എന്തിനെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് അവർക്ക് സ്വയം ആർജിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞു, എന്തുവാ, അനുരക്തരതിയാം, അനുരാഗമുള്ളവർക്ക് പുനഃ പിന്നക്കും പറയണമോ. ഭഗവാനോട് പ്രേമഭക്തി ഉള്ളവർക്ക്, ഈ വൈര്യമുള്ളവർക്ക് ഇപ്രകാരം കിട്ടിയെങ്കിൽ പ്രേമഭക്തി ഉള്ളവർക്ക് പിന്നെ അവരുടെ കാര്യം പറയണമോ എന്ന് ഭാഗവതം എടുത്ത് ചോദിക്കുമ്പോൾ
പ്രേമഭക്തി മനസ്സിനകത്ത് നിറച്ചു വയ്ക്കുവാൻ ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. അത് ഓർമ്മിക്കുക. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സരസി വീണാപാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ വെള്ളത്താമര നിലയനമതിലായി വെണ്ണ പകർന്നൊരു സരസി വീണാപാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ ഉള്ളമഴിഞ്ഞൊരു ഉറവാൽ വൈഖരി നിറയും സരസിതു മനസ്സല്ലോ ഉള്ളമഴിഞ്ഞൊരു ഉറവാൽ വൈഖരി നിറയും സരസിതു മനസ്സല്ലോ വെള്ളത്താമര നിലയനമതിലായി വെണ്മ പകർന്നൊരു സരസി വീണാപാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ കരതലമാർന്നൊരു വീണയിൽ നിന്നും ഉണരും സാമജഗീതങ്ങൾ കരതലമാർന്നൊരു വീണയിൽ നിന്നും ഉണരും സാമജഗീതങ്ങൾ ആപദമധുരം ആമയരഹിതം ആ മൃദുഗാനതരംഗിണികൾ നാദബ്രഹ്മ പരാപര സുകൃതം നാവിതിലരുളുക നീ ദേവി നാദബ്രഹ്മ പരാപര സുകൃതം നാവിതിലരുളുക നീ ദേവി കരമതിലേന്തും ശ്രുതിവരഗന്ധം കരുതും വാങ്മയലോകങ്ങൾ കരമതിലേന്തും ശ്രുതിവരഗന്ധം കരുതും വാങ്മയലോകങ്ങൾ വാഗർത്തങ്ങളിണക്കിയുണർത്തും ആരണചതുരം ആലോകം മനനാമൃതമൊരു വാങ്മയ സുകൃതം മറയാതരുളുക മമനാവിൽ മനനാമൃതമൊരു വാങ്മയ സുകൃതം മറയാ